നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിന്റെ അധീനതയിലുള്ള ഒരു ഹോസ്പിറ്റലാണ്, പരബ്രഹ്മ ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലിന് മുന്നിൽ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന മനോജ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് കഴിഞ്ഞ ദിവസം ഈ ഈ ഹൈവേയുടെ സമീപത്തായിട്ട് അബോധാവസ്ഥയിൽ കണ്ടെത്തുകയും അത് പിന്നീട് ഇവിടെ വന്ന് അറിയിപ്പിക്കുകയും അദ്ദേഹം ഇവിടുന്ന് ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ പോയി കൊണ്ടുവരുന്ന സമയത്ത് മരണപ്പെട്ടതായിട്ടാണ് കാണുന്നത്. പിന്നീട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ വെച്ച് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ അടക്കം ചെയ്തിരിക്കുകയാണ്. പക്ഷേ നമ്മളിവിടെ വന്ന ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും ഒക്കെ അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിന് ഭാര്യയും ഉണ്ട്, പക്ഷെ കുട്ടികളില്ല. അദ്ദേഹം ഒരു പ്രൈമറി സ്കൂളിലെ കുട്ടികളെ കാലത്തെ അവരെ സ്കൂളിൽ എത്തിക്കുന്ന ഒരു ജോലി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ SC മോർച്ചയുടെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം, അതിൻ്റെ ഒരു ചുമതലക്കാരൻ കൂടിയാണ്. അത്തരത്തിൽ സമൂഹമായിട്ടും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലൊക്കെ നല്ല രീതിയിൽ അദ്ദേഹം ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. എന്തിനാണ് അന്വേഷണത്തിൽ കൂടി പോസ്റ്റ്മോർട്ടത്തിലൊക്കെ അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാണ് അറിയുന്നത്. വിഷം കഴിച്ചു അബോധാവസ്ഥയിലായിട്ടാണ് കടന്നിരുന്നത്. പക്ഷെ അന്നേരം അദ്ദേഹം ഓട്ടോറിക്ഷയിലല്ല, സ്കൂട്ടറിലാണ് വന്നിരുന്നത്. സമീപത്തും തന്നെ മൊബൈൽ ഫോണുകളും സ്കൂട്ടറും ഒക്കെ ചെരുപ്പും ഒക്കെ കിട്ടിയിരുന്നു. അങ്ങനെയാണ് പിന്നീട് പോലീസിന്റെ അന്വേഷണ ഭാഗത്തിൽ സമീപ പ്രദേശം ഓട്ടോ ഓടിക്കുന്ന സമീപ പ്രദേശത്ത് 2, 3, 4, 5 കടകളുണ്ട്. ആ കടയിൽ അവിടെ ജീവനക്കാരിയായിട്ടുള്ള ഒരു യുവതിയുമായിട്ടുള്ള അടുപ്പമുണ്ടെന്നും അദ്ദേഹം ആ യുവതിയുമായിട്ട് ഓട്ടോറിക്ഷയിൽ യാത്ര പോകാറും കറങ്ങാറും ഒക്കെ ഉണ്ടെന്നൊക്കെയാണ് നമ്മളോട് ഇവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ളവർ പറയുന്നത്. അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യുവതിയെ പോലീസുകാർ കൊണ്ടുപോവുകയും ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എങ്കിലും ഇനിയുള്ള ഡിജിറ്റൽ തെളിവുകളുണ്ട്. ശരിയായ രീതിയിൽ ഒരു അന്വേഷണം നടക്കുമ്പോൾ മാത്രമേ എന്തിന് ഇത്തരത്തിലൊരു കൃത്യം ചെയ്തു എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തുള്ളൂ. മറ്റാരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം സമഗ്രമായ അന്വേഷണം ഓച്ചിറ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ദോഷമില്ല എന്റെ ഭാഗത്ത് എന്ന് പറഞ്ഞാല് വെള്ളം അടിക്കുന്ന കണ്ടിട്ടില്ല, മറ്റ് ഇങ്ങ് പോകുന്ന കണ്ടിട്ടില്ല. ഇവിടെ വരുന്നു, ഇവിടെ എല്ലാരുമായിട്ട് സഹകരിക്കുന്നു. ഓട്ടം പോകുന്ന സമയത്ത് അവൻ വണ്ടി എടുത്തിട്ട് ഓട്ടം പോകും. അല്ലാതെ ഇവിടെ വന്ന് കിടക്കുമ്പോ ആരുമായിട്ട് യാതൊരു തോന്നുന്നില്ല. എല്ലാരുമായിട്ട് നല്ല കമ്പനിയാണ്, സോഷ്യലായിട്ടാണ്. ഉത്തമമായിട്ട് വാഹനം ഓടിച്ച് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. വാഹനം ഓടിച്ചാണ് അവന്റെ ഭാര്യയെ നോക്കുന്നതും മറ്റു കാര്യങ്ങളും, അവന്റെ പെരവാസ്തോലിക്ക് മേടിച്ച് കാശ് കൊടുക്കുന്നു, കാര്യങ്ങളും എല്ലാം ആ ഓട്ടോയ്ക്കകത്തുനിന്ന്. അവന് വേറെ വരുമാനമൊന്നുമില്ല. ജോലി ആത്മാർത്ഥമായിട്ട് കാലത്ത് വരുന്നു, വൈകുന്നേരം പോകുന്നു. എപ്പോ വിളിച്ചാലും ഹാജര ആള്. ഏത് പാതിരാത്രി ഓട്ടം വിളിച്ചാലും അവൻ ഓടി വരും. അങ്ങനെ ആരും വരത്തില്ല, പക്ഷെ അവൻ വരും. ഒരു സഹായി കൂടെ ആയിരുന്നു, മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായിരുന്നു. ഏത് ചെറിയ ഓട്ടമാന്ന് പറഞ്ഞാൽ എന്താണ് ഈ മനസ്സിൽ ഇങ്ങനെ ഒരു ചാഞ്ചാട്ടം വരാനുള്ള കാര്യം? അതിപ്പോ നമുക്കറിയാം, അത് അവരുടെ വീട്ടുകാർക്ക് അറിയാം. ഇവിടെ വന്നാലേ ഈ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഭാര്യയ്ക്കറിയാം, ചേട്ടനിയന്മാർക്കൊന്നും അറിയത്തില്ല. കാര്യം അവരുമായിട്ടുള്ള അത്ര ആരും പറയത്തില്ലല്ലോ. അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പൊ ഈ വിഷം കഴിച്ചിട്ട് വാഹനം എടുത്തോണ്ട് ഇറങ്ങിയതാണോ എന്നാ പറയുന്നത്? പക്ഷെ നമുക്കിതിനെ പറ്റി അറിയത്തില്ല. അപ്പൊ വരുന്ന വഴി തന്നെ രാവിലെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോഴേ അറിയുന്നത് മനോജ് മരിച്ചുപോയി. ഞാൻ 7 മണിക്ക് 2 വീലർ എടുത്തോണ്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് മോർച്ചറിയിലായിപ്പോയി. പിന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വന്നപ്പോ അവരുടെ വീട്ടിൽ പോയി 1 മണിക്കൂർ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാനിങ്ങ് പോരുന്നു. കാര്യം അടക്കം കഴിയുമ്പോ രാത്രിയാവും. പിന്നെ നമുക്ക് കണ്ണ് കാണാൻ വണ്ടി ഓടിക്കാനൊക്കെ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ പോയിട്ട് പോരും. ഇത്രയ്ക്കുള്ളൂ നമുക്ക് പറയാം. എനിക്ക് അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ആരുമായിട്ടും തോന്നില്ല. കമ്പനി വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്തിട്ടില്ല. ഇല്ല. എന്താണ് സംഭവിച്ചതെന്നുള്ളത് പോലീസ് കണ്ടുപിടിക്കട്ടെ. ആരും ചോദിച്ചിട്ടുമില്ല. അവൻ പറഞ്ഞിട്ടുമില്ല ആരോടും. ഇവിടെങ്ങും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അറിയുമല്ലോ. എങ്ങനെയാണ് മനോനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് ഓർമ്മിക്കാനുള്ളത്? അതിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ആള് രാവിലെ വരും, വണ്ടി ഓടും, വീട്ടിൽ പോവും. അതേ നമുക്കറിയാവുള്ളൂ. അല്ല, നിങ്ങള് സഹപ്രവർത്തകർ എന്ന നിലയിൽ നല്ല സഹകരണമായിരുന്നു. അല്ല, ഓട്ടങ്ങളായാലും സ്വന്തമായിട്ട് അല്ല, അങ്ങനെ നിങ്ങൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിലുള്ള? ഞങ്ങൾക്ക് ഒരു ഉപദ്രവമൊന്നും ഇല്ലായിരുന്നു പുള്ളിക്കാരനെ കൊണ്ട്. പിന്നെ എന്താണ്, കുടുംബത്തെ കുറിച്ചൊക്കെ നിങ്ങൾ വീട്ടിലൊക്കെ പോകാറുള്ളതാണോ? ഭാര്യയെ കാണാൻ വീട്ടിൽ കുടുംബത്തിലൊക്കെ ചെല്ലാറുണ്ടോ? വല്ലപ്പോഴും ഒക്കെ പോയിട്ടുണ്ട്, അല്ലാതെ പോയിട്ടില്ല. എന്താണ് ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് തിരിഞ്ഞതിനെ കുറിച്ച് എന്താണ് നിങ്ങളെ മനസ്സിൽ തോന്നുന്നത്? ഇപ്പം നിങ്ങളോട് എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല, നമുക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല.
അല്ല ഈ പറയുന്നല്ലോ സമീപത്തുള്ള ഏതോ ഒരു കടയിലുള്ള സ്ത്രീയുമായിട്ട് എന്തോ അടുപ്പമുണ്ടെന്നൊക്കെ പറയുന്നു പലരും. അപ്പൊ അതിനകത്ത് ഞങ്ങളും കേട്ടതാണ് കാര്യങ്ങളൊക്കെ. ആ സ്ത്രീയെ പോലീസുകാർ കൊണ്ടുപോയി ചോദ്യം ചെയ്തെന്നും പറയുന്നു. അതും അറിഞ്ഞാണ്. അപ്പൊ അതിൽ തുടർന്നുണ്ടായ മാനസിക ആഘാതങ്ങളും വല്ല ആയിരിക്കും. അതിനെ കുറിച്ച് എനിക്കറിയാം. എന്തായാലും അത് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. എന്നാലും നിങ്ങൾക്ക് ഒരു സംശയമുണ്ട്, കാര്യം വെച്ചാൽ നല്ലൊരു ചെറുപ്പക്കാരൻ എത്ര പെട്ടെന്ന് പോയതിലുള്ള ഒരു വിഷമമുണ്ട്. അതുണ്ട്, അത് വിഷമം നമുക്ക് കാണാതിരിക്കും. നമ്മുടെ കൂടെ കിടന്ന് ഓടിയ ആളല്ലേ. പെട്ടെന്ന് ഇങ്ങനൊരു പോക്ക് പ്രതീക്ഷിച്ചില്ല. ഇല്ല, ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്തായാലും അതിന്റെ നിജസ്ഥിതി കണ്ടെത്തണമെന്നല്ലേ ആഗ്രഹം? തീർച്ചയായിട്ടും. നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുവോ? എന്തായാലും പോലീസുകാർ ഉപേക്ഷ വിചാരിക്കാതെ അദ്ദേഹം ഇങ്ങനൊരു കാര്യത്തിന് ആത്മഹത്യയിലേക്ക് തിരിയാനുണ്ടായ കാരണം നിങ്ങൾ അതിനെ കുറിച്ച് അന്വേഷിക്കണം. നിങ്ങൾക്കും അറിയണ്ടേ? നാളെ ഒരാൾക്ക് ഒരു ആപത്ത് വരാൻ നോക്കണം. തീർച്ചയായിട്ടും മനസ്സ് തുറന്ന് സംസാരിക്കണ്ടേ? സുഹൃത്തുക്കളായിട്ട് എന്ത് വിഷമമുണ്ടായാലും പരസ്പരം എല്ലാവരും ഞങ്ങളോടൊന്നും ഷെയർ ചെയ്തിട്ടില്ല ഒരു കാര്യം. ഇവിടെ വരും, രാവിലെ വരും, ഓടും, പോവും. അല്ലാതെ ഷെയർ ചെയ്തിട്ടില്ല. നേരം പോക്കായിട്ട് ഇങ്ങനെ കടകളിൽ, അപ്പുറത്തെ കടയിലൊക്കെ പോയിരിക്കും, നിങ്ങൾ കളിയാക്കലോ അങ്ങനെ ഒന്നുമില്ല. എല്ലാ കടകളിലും പോകും. പ്രത്യേകിച്ച് എപ്പോഴും സിഗരറ്റ് മേടിക്കാൻ അങ്ങനെയൊക്കെ പോകും. അല്ലാതെ ഒന്നും പോകത്തില്ല. എന്തായാലും അത് അന്വേഷിച്ച് കണ്ടെത്തണം പോലീസിന്. ഈ സ്റ്റാൻഡില് ഓട്ടോ ഓടുന്ന ആളാണ്. എത്ര വർഷമായിട്ട് അറിയാം? 10 വർഷം കൊണ്ട് ഇവിടെ ഓട്ടോ ഓടുന്നുണ്ടെന്ന് തോന്നുന്നു. അതിന് മുമ്പായിട്ട് അറിയാം. ഈ ഓട്ടോ ഓടുന്നതിന് മുമ്പായിട്ടും അറിയാം. നിങ്ങളുമായിട്ടൊക്കെ എങ്ങനെയാ? നല്ല സുഹൃത്താണ്. ഈ സ്വകാര്യ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറൊക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നും ഷെയർ ചെയ്യാറില്ല. എന്തായാലും നല്ലൊരു സൽസ്വഭാവിയായ ചെറുപ്പക്കാരനാണ്. ആൾക്ക് മോശമായിട്ടുള്ള അഭിപ്രായം ഒന്നും ഇതുവരെ ഇല്ല. പിന്നെ എന്താണ് ഇങ്ങനത്തിലൊരു അവിവേകം കാണിക്കാൻ? അറിയില്ല, വീട്ടുകാർക്കൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ, നമുക്കറിയില്ല. പുറത്തൊന്നും അറിയാം. എന്തായാലും നല്ല ജോലിയിലൊക്കെ നല്ല ആത്മാർത്ഥമുള്ള ഒരാളാണ്. കുഴപ്പമൊന്നുമില്ല. നമ്മളായിട്ട് എല്ലാം സഹകരണം, എല്ലാ ഡ്രൈവർമാരും എല്ലാവരുമായിട്ടും നല്ല സഹകരണമാണ്. അതുകൊണ്ട് പുറത്തായാലും എല്ലാം നല്ല സഹകരണമാണ്. വിവാഹിതനാണല്ലേ? കുട്ടികളൊന്നും ആയിട്ട് ഇല്ല. എത്ര വർഷമാകും? 10 വർഷമായി വിവാഹം കഴിച്ചു? 16 വർഷം ഒന്നും അറിയാൻ പോയി. 16 വർഷത്തോളം. വർഷം കണക്ക് കൂട്ടാൻ പറ്റത്തില്ല, കാരണം കുഞ്ഞുനാൾ തൊട്ട് എനിക്ക് അറിയാവുന്ന ആളാ. ഞങ്ങള് അയലത്തുകാരായിരുന്നു. ഞങ്ങളുടെ രണ്ടുപേരും കുടുംബം തൊട്ടടുത്തടുത്തായിരുന്നു. കുഞ്ഞുനാൾ തൊട്ട് എനിക്ക് മനോജനെ നല്ലപോലെ അറിയാം. പക്ഷെ ഇവിടെ ഈ ആട്ടോ ഓടിക്കുമ്പം ഈ എന്തെങ്കിലുമൊക്കെ നമ്മള് എല്ലാവരോടും എല്ലാ വ്യക്തിപരമായ കാര്യങ്ങൾ ഷെയർ ചെയ്യാറില്ലല്ലോ. പ്രത്യേകിച്ച് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ തന്നെ എന്തെങ്കിലും വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഫാമിലി കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഫാമിലിയില് വൈഫ് അല്ലേ ഉള്ളൂ. വീട്ടില് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളിൽ പറഞ്ഞിരിക്കില്ല. ഹാപ്പി ആയിട്ടുള്ള ലൈഫാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ വീട്ടിൽ കുടുംബ പ്രശ്നമൊന്നും അല്ല ഇങ്ങനെ ഒരു ആത്മഹത്യക്ക് തെരഞ്ഞെടുത്ത കാര്യങ്ങൾ? ഇല്ല, കുടുംബ പ്രശ്നങ്ങളായിട്ടൊന്നും വരാൻ യാതൊരു ചാൻസും ഇല്ല. അല്ല, മറ്റു പലരും പറയുന്നുണ്ട് സമീപ പ്രദേശത്ത് ഒരു സ്ത്രീയുമായിട്ടൊരു അടുപ്പമുണ്ടെന്നൊക്കെ പറയുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതിനെപ്പറ്റി നമ്മുടെയൊക്കെ ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പൊ എല്ലാരും അറിഞ്ഞപ്പോഴും നമ്മൾ അറിഞ്ഞു. അല്ല, നമ്മളിപ്പോ ഒരു കാര്യം ഒരാളെ കുറിച്ച് അറിയുമ്പോൾ ചോദിക്കല്ലേ, ഇത് എന്തുവാടേ, ഇത് ഉള്ളതാണോ നമ്മൾ ചോദിക്കാറില്ലേ? അങ്ങനെയൊക്കെ ചോദിക്കുമ്പം എന്തെങ്കിലും പറയോ, അത് പെട്ടുപോയെന്നോ പറ്റിപ്പോയെന്നോ? അങ്ങനെ മരിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ കാര്യങ്ങൾ അറിയുന്നത്. അത് ശരി. അതിനു മുമ്പ് നമുക്ക് അതിനെപ്പറ്റി യാതൊരു അറിവില്ലായിരുന്നു. നമുക്ക് അങ്ങനെ ചിന്തിച്ചില്ല. ഇങ്ങനെ മരണം വന്നപ്പോഴാണ് നമുക്കത് ഇത്രയും സീരിയസ് ആയിട്ട് എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാര്യമൊക്കെ വേറെ ഒരു കാര്യവും കാണുന്നില്ല. ഇല്ല, മറ്റുള്ള കാര്യങ്ങളൊന്നും പുള്ളിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ അല്ല. പുള്ളി നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അനിയന്മാരാണെങ്കിലും അവരുമായിട്ട് നല്ല രീതിയിൽ കുടുംബപരമായിട്ട് യാതൊരു ഒരു ആത്മഹത്യക്ക് പോകേണ്ട ഒരു കാര്യമില്ല. ഒരു കാര്യങ്ങളും ഇല്ല. അപ്പൊ അതല്ല, ഒരു സ്ത്രീയെ ഇപ്പൊ പോലീസ് കൊണ്ട് ചോദ്യം ചെയ്തെന്നൊക്കെ പറയുന്നല്ലോ. അതിൽ എത്രത്തോളം സത്യം ഉണ്ട് എന്നൊന്നും നമുക്ക് അതിനെപ്പറ്റി തീർത്തറിയാൻ പറ്റും. എന്തായാലും പോലീസ് കേസെടുത്ത സ്ഥിതിക്ക് അവര് അന്വേഷിച്ച് ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തണ്ടേ? നിങ്ങളും അതിന് പരാതി കൊടുക്കത്തില്ലയോ? അതിന്റെ എന്താന്ന് വെച്ചാൽ അതിന്റെ സത്യാവസ്ഥ കണ്ടെത്താൻ വേണ്ടി. സത്യാവസ്ഥ നമുക്കും അറിയണം, എന്താണ് കാരണമെന്ന് നമുക്കും അറിയണം. അതെ. എന്തായാലും ഒരു കാര്യമില്ലാതെ ഒരാൾ ഇങ്ങനെ തുനിയത്തില്ല, ഒരിക്കലും ഇല്ല. അപ്പൊ അത് നിങ്ങളുടെ സഹപ്രവർത്തന നിലയിൽ അതിന്റെ സത്യാവസ്ഥ അറിയേണ്ടത് നിങ്ങൾക്ക് കൂടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമാണ്. ഉത്തരവാദിത്തമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അതിന് ശ്രമിക്കും. ഞങ്ങളെ കൊണ്ട് ശ്രമിക്കാൻ പറ്റുന്ന ഞങ്ങൾ ശ്രമിക്കും. ചേട്ടാ, ഇവിടുത്തെ പരബ്രഹ്മ ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ആണോ? അതെ. എപ്പോഴാണ് ഇന്നലെ ഈ സംഭവം അറിയുന്നത്? ഒരു 4 മണി ആയി കാണും. 3:45 4 മണി ആയി കാണും. അന്നേരം ഫോൺ വരുന്നത്? ഫോൺ വരുമല്ല, ഒരു പെങ്കൊച്ച് സ്കൂട്ടറെ വന്ന് സ്കൂട്ടർ ഇവിടെ കൊണ്ടുവച്ചു. ഞാൻ അന്നേരം അവിടെ നിൽക്കുകയാണ്. അവിടെ നിന്ന് എന്തൊക്കെയാന്ന് വെച്ചാൽ ഇവിടെ ഈ ഓട്ടോ ഓടിക്കുന്ന മനോജോ അവിടെ വണ്ടി ഇടിച്ചാന്ന് എന്തുവാന്ന് അറിയത്തില്ല, അവിടെ കിടക്കുന്നെന്ന് പറഞ്ഞു. റോഡ് സൈഡിൽ കിടക്കും. റോഡ് സൈഡിൽ. അവിടുന്ന് ഞാൻ ചെന്ന് ആട്ടോ അതിന്റെ സൈഡിൽ കിടപ്പുണ്ടോ? ഓട്ടോയ്ക്കകത്തല്ല, ഒരു സ്കൂട്ടറിലായിരുന്നു, ബൈക്കിലായിരുന്നു. ഞാൻ ചെന്ന് നോക്കിയപ്പോ വായിക്കകത്തുനിന്ന് നൊരയും പതയൊക്കെ പോയത്. എന്നിട്ട് നമ്മുടെ മിൽമ
പാലെടുക്കാൻ പോകുന്ന ഒരു പയ്യുണ്ട്, പെട്ടിയോട്ടായ. ആ. അതിനകത്ത് എടുത്ത് കയറ്റി ഇവിടെ കൊണ്ടുവന്നു. ചേട്ടാ അതൊരു ആംബുലൻസിൽ പോയോ അതോ അല്ല, ഞാൻ ഓടിയത് ഓടിപ്പോയി? ഓടിപ്പോയി. ഇവിടുത്തെ ഒരു മിൽമ കൊണ്ടുവരുന്ന ഒരു വണ്ടിയുണ്ട്, ഓട്ടോ, അപ്പുറത്തുള്ള പയ്യനാ. ഞാൻ അറിയുന്നേ, കൈ കാണിച്ച അതിനകത്ത് എടുത്ത് ഇവിടെ പന്തരം ജീവനുണ്ടോ? ഇല്ലില്ല. ശരിയാ. ഇവിടെ കൊണ്ടുവന്ന് അത് അവരുടെ ബന്ധുക്കളെ അറിയിച്ചു. ഇവിടെ വന്നു അത് മരിച്ചെന്നുള്ള നിർണയമായി. പിന്നെ അതിനകത്തുള്ള ഉള്ളുകളികൾ എന്തുവാന്നുള്ളത് ഇവിടെ ഓട്ടോ ഓടിക്കുന്ന സമയത്ത് പുള്ളിയായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യും. എന്റെ ഒരു ബന്ധു പയ്യനും കൂടാണ്. ഒരു ബന്ധു കൂടാണോ? ബന്ധു കൂടാണ്. അങ്ങനെ ഈ പെങ്കൊച്ചിനെ ഈ കടയിലെങ്ങാണ്ട് നിൽക്കുന്നതാണ് എനിക്കുള്ള അറിവുള്ളൂ. അങ്ങനെ ഇവരുമായിട്ടുള്ള ബന്ധം എന്തുവാണോ ഏതാണോ ആ സമയത്ത് ചില സുഹൃത്തുക്കൾ പറയുന്നുണ്ട്, ഇപ്പൊ പ്രദേശത്ത് ഒരു ആട്ടോ അല്ല കട കച്ചവടം ഉള്ള ഒരു സ്ത്രീയായിട്ട് ഇങ്ങനെ കറക്കം ഉണ്ടായിരുന്നു, ഇങ്ങനൊക്കെ പോകുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും ഇങ്ങനെ ഒരു ആയിരിക്കാം സാധ്യതയാണു. വീട്ടില് ഭാര്യയായിട്ട് ഇങ്ങനെ പ്രശ്നം വരാൻ സാധ്യതയില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. പാവം പെണ്ണാണ്. അവര് വീട്ടിൽ നല്ല സന്തോഷമായിട്ട് കഴിഞ്ഞു പോകും. വീട്ടുകാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് നോക്കുന്ന ഒരു പയ്യന്. പക്ഷെ ഇത് എന്ത് സംഭവിച്ചു പോയെന്നുള്ളത് അറിയത്തില്ല. അപ്പൊ മരണത്തിലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഉള്ളുകളിയെ അവര് തമ്മിൽ കാണുമായിരിക്കും. അല്ല, ഈ നമ്മുടെ അവന്റെ ഭാര്യയായിട്ട് എന്തായാലും ഇല്ല. കുടുംബത്തിലൊരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല, ഒരിക്കലും ഇല്ല. കുടുംബം വിട്ട് വേറെ പോവാൻ വയ്യാത്തതിന്റെ വിഷമമായിരിക്കാം. ആയിരിക്കാം. എന്തോ ലെറ്റർ ഒന്നും കിട്ടിയില്ല, എഴുതിയൊന്നും വെച്ചില്ല, ആരും പറഞ്ഞതുമില്ല, ആരോടും പറഞ്ഞു. ചേട്ടനുമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഷെയർ ചെയ്യുമായിരുന്നു? ഇങ്ങനെ എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു കാര്യം അവന്റെ സ്വന്തം ചേട്ടനുമായിട്ട് ഷെയർ ചെയ്യത്തില്ല. പിന്നെ അങ്ങനെയുള്ള ഒരു നല്ലൊരു ഇറക്കണം, നല്ല സ്വഭാവമുള്ള ഒരു പയ്യനാ, നല്ല സ്വഭാവം. പക്ഷെ എന്താണ് ഇങ്ങനെ അഭിമുഖം കാണിച്ചതെന്നുള്ളത് ഇനി അന്വേഷണത്തിൽ കൂടി വേണം കണ്ടെത്താൻ. പോലീസുകാർ വേണം കണ്ടെത്തി. ഫോൺ റെക്കോർഡുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ നല്ല ഡിജിറ്റൽ മീഡിയ ആയതുകൊണ്ട് എല്ലാത്തിനും തെളിവാണല്ലോ. ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഇവൻ അവിടെ കിടക്കുമ്പോ അവന്റെ മൊബൈൽ അവിടെ കിടപ്പുണ്ടായി. പിന്നെ ആ മൊബൈല് ഈ കാട്ടിൽ നിന്ന് എടുക്കുന്നു. അവിടുന്ന് മൊബൈൽ മാറി ഈ കാട്ടിൽ. പിന്നെ അത് അന്നേരം ബെല്ലടിച്ചായിരുന്നു? ഇല്ല. പിന്നെ ഇവര് പോലീസുകാർ വന്ന് കണ്ടെത്തി. അല്ല, ഈ കടയിൽ നിൽക്കുന്ന സ്ത്രീയെ പോലീസ് കൊണ്ടുപോയെന്ന് പറഞ്ഞ അന്വേഷണത്തിന് കൊണ്ടുപോയെന്ന് പറയുന്നുണ്ട്. അവർ അന്വേഷണം കഴിഞ്ഞ് വൈകിട്ട് വിട്ടയച്ചെന്നും പറയുന്നു. ചോദ്യം ചെയ്ത് വിട്ടയച്ചു. പെങ്കൊച്ച് കടയിലുണ്ടെന്ന് പറയുന്നു. എന്തോ ഇതിന്റെ ഉള്ളുകളി എന്നുള്ളത് അവർക്ക് രണ്ടുപേർക്കും മാത്രമേ. ഡിജിറ്റലിൽ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ അറിയാം. മാനസികമായി അത്രയും ആഘാതം വന്നോണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. ആയിരിക്കാം. അല്ലാതെ മറ്റൊരു പുള്ളി ഓട്ടോ ഓടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, മറ്റാരുമായിട്ട് യാതൊരു ഇതായ ഒരു വിഷയമുള്ള ഒരു വ്യക്തിയല്ല. ഓച്ചിറ പോലീസിന്റെ നേതൃത്വത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥ പുറം ലോകം അറിയത്തുള്ളൂ. എന്തായാലും കുടുംബത്തിന് പരാതിയുണ്ട്, അതൊരു ദുരൂഹതയാണ്. കാര്യം കുടുംബം ഭംഗിയായിട്ട് നോക്കുകയും കാലത്തെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് ജോലി ചെയ്ത് ഓട്ടോറിക്ഷ ഓടി കുടുംബം പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. ആ ഓട്ടോ സ്റ്റാൻഡിലുള്ളവരെല്ലാവരുമായിട്ട് മര്യാദയായിട്ടും സഹകരിച്ചും വളരെ സൗഹൃദം പങ്കുവെച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ എന്തായാലും വ്യക്തിപരമായ കാര്യങ്ങളൊന്നും തന്നെ അവരോടാരും പങ്കുവെച്ചിട്ടില്ല എന്നാണ്. അതുമല്ല, നമ്മളോടൊപ്പം മീഡിയയിൽ ഒരു വ്യക്തി അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പുറകെ അതിന്റെ ഭാഗമായിട്ട് അവർ നിരവധി തവണ നമ്മുടെ നിയമ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷനിലും കോടതികളിലും ഒക്കെ കയറി ഇറങ്ങുന്ന ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അറിയാം. അവരുടെ ജീവിത മാർഗമാണ് ബുദ്ധിമുട്ടുന്നത്. പക്ഷേ സത്യാവസ്ഥ തുറന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ. സത്യം തെരഞ്ഞു കണ്ടെത്തുന്നതിന് പോലീസിന്റെ നേതൃത്വത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തിയെങ്കിൽ എന്തുകൊണ്ട് ഈ യുവാവ് ആത്മഹത്യയിലേക്ക് തെരഞ്ഞെടുത്തു? അത് അല്ലെങ്കിൽ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ? എന്താണ് സംഭവിച്ചത്? കുടുംബം പുലർത്താൻ വേണ്ടി ഈ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ, ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ഹോസ്പിറ്റലിന്റെ മുമ്പിൽ വന്ന് വൈകുന്നേരം വരെ ഓട്ടോറിക്ഷ ഓടി കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം നോക്കി കഴിയുന്ന ഒരു യുവാവ് ഒരു സുപ്രഭാതത്തിൽ എന്തിനാണ് ഈ കടുങ്കൈ ചെയ്തത് എന്നുള്ളതാണ് എല്ലാവരുടെയും അവരുടെ കൂടെ ഉള്ള സഹപ്രവർത്തകരായിട്ടുള്ള എല്ലാ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും ഉള്ളിലെ ഒരു അങ്കലാപ്പ്. എന്തായാലും എല്ലാവരും നമ്മളോട് സഹകരിച്ച് അവർ വ്യക്തമായിട്ട് തന്നെ കാര്യം പറഞ്ഞു. മറ്റ് കാരണങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിനില്ല. സാമ്പത്തികമായിട്ടോ ജോലി ചെയ്ത് അടയ്ക്കാൻ വേണ്ടുന്ന കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതെല്ലാം അദ്ദേഹം ഓട്ടോറിക്ഷയിൽ നിന്ന് തന്നെ ജോലി ചെയ്ത് ആ കുടുംബത്തിന് നോക്കുന്നതാണ്. പക്ഷേ പ്രണയമാണോ പ്രേമമാണോ എന്താണോ ഇത്തരത്തിൽ ആ ഒരു ആത്മഹത്യയിലേക്ക് എന്താണ് പ്രേരണ ഉണ്ടായത്? എന്താണ് അതിന് അദ്ദേഹത്തിന് സംഭവിച്ചത്? അദ്ദേഹം നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനാണ്. എങ്ങനെ ഇത്തരത്തിലൊരു അവിവേകത്തിലേക്ക് എടുത്തു ചാടി എന്നുള്ളത് അവരെല്ലാം വളരെ വിഷമത്തിലാണ്. പക്ഷേ
സമഗ്രമായ ഓച്ചിറ പോലീസിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുമ്പോൾ മാത്രമേ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഇത്തരത്തിൽ നമ്മൾ ദൈനംദിനം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ആത്മഹത്യയും കൊലപാതകങ്ങളും പീഡനങ്ങളും എല്ലാം, പക്ഷേ ഇതിലൊന്നിനും ഒരു ആത്മഹത്യ ആവട്ടെ കൊലപാതകങ്ങളാവട്ടെ ഒന്നിനും പരിഹാരമല്ല എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞാലും വീണ്ടും ദൈനംദിനം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു മാനസിക അവസ്ഥയിൽ കൂടിയാണ് നമ്മളും കടന്നു പോകുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ആപത്തുകളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ, എല്ലാം നേരിടാൻ സർവേശ്വരൻ എല്ലാവർക്കും ശക്തി കൊടുക്കട്ടെ. ഇതേ കണക്കുള്ള പ്രവർത്തികളിലേക്ക് ആരും പോകാതിരിക്കും, മനസ്സാന്നിധ്യം കൊടുക്കട്ടെ. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ അവർ തന്നെ സ്വയം ആർജിച്ചെടുക്കട്ടെ. ഇത്തരത്തിൽ കൊലപാതകങ്ങളിലേക്കും ആത്മഹത്യയിലേക്കും ആരും കടന്നു പോകാതിരിക്കട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. എന്തായാലും വളരെ വിഷമകരമായ ഒരു സംഭവം തന്നെയാണ് മനോജിന്റെ ഈ വേർപാട്. ഓട്ടോറിക്ഷ തൊഴിലാളികളെല്ലാം തന്നെ വളരെ ദുഃഖത്തോടാണ് നമ്മളോട് സംസാരിച്ചത്. അത്തരത്തിൽ സമീപ പ്രദേശത്തുള്ള ആരെങ്കിലുമായിട്ട് പ്രണയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തിനാണ് ഇദ്ദേഹം ഒരു ആത്മഹത്യയിലേക്ക് പോയത് എന്നാണ് അവർ ചോദിക്കുന്നത്. എന്തായാലും സമഗ്രമായ അന്വേഷണത്തോടുകൂടി ഓച്ചിറ പോലീസ് അത് കണ്ടെത്തട്ടെ. അതിന് ആ വീട്ടുകാർക്കും ആ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും കുടുംബത്തിനും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അദ്ദേഹത്തിൽ നിന്നും നീതി മേടിച്ച് കൊടുക്കാൻ പോലീസിന്റെ ഭാഗത്തും നീതിന്യായ ഭാഗത്തു നിന്നും എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. മലയാളി വാർത്ത, രാംഭദ്രൻ.